ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഇന്ന് വചനധ്യാനത്തിനായി കിട്ടിയ ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4 അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചിരുന്നു. അവൻ വിട്ടുപിരിഞ്ഞു പോകരുതെന്ന് അവർ അവന് നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഈ വചന ഭാഗത്തിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ പ്രാർത്ഥനയുടെ പ്രാധാന്യവും സുവിശേഷ പ്രഘോഷണത്തിനായുള്ള ലക്ഷ്യബോധവും വ്യക്തമാകുന്നു. തിരക്കേറിയ ശുശ്രൂഷയ്ക്കിടയിലും പിതാവായ ദൈവത്തോട് സംഭാഷണം നടത്താൻ യേശുക്രിസ്തു ഏകാന്തത തേടുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നമ്മളും ഏകാന്തത കണ്ടെത്തണം. ഈ കാലഘട്ടത്തിൽ ആത്മീയ ശക്തിക്ക് പ്രാർത്ഥന കൂടുതൽ അനിവാര്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ജനക്കൂട്ടം തന്നെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ടും മറ്റു പട്ടണങ്ങളിൽ പോയി ദൈവരാജ്യം പ്രസംഗിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് യേശുക്രിസ്തു തന്റെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. യേശു ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഗലീലയിലെ സിനഗോഗുകളിൽ ഉടനീളം സഞ്ചരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് തുടർന്നു. ഭൗതികമായി ആവശ്യങ്ങൾക്ക് മാത്രം നിലനിൽക്കാതെ യേശു നൽകുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഉൾക്കൊള്ളാനാണ് വചനം നമ്മെ ക്ഷണിക്കുന്നത്. തിരക്കുകൾക്കിടയിലും ദൈവവുമായി വ്യക്തിപരമായ ബന്ധം പ്രാർത്ഥനയിലൂടെ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ ഭാഗം ഊന്നി പറയുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് അനുനിമിഷം പ്രാർത്ഥനയുടെയും നവീകരണത്തിന്റെയും പാതയിലൂടെ നമുക്ക് മുന്നേറാം. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു വലിയ നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.